ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ വീണ്ടും സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മുടെ കടയൊക്കെ ഓപ്പൺ ചെയ്തിട്ടേക്കാണ് ഗൈസ്. കസ്റ്റമേഴ്സൊക്കെ വരണ്ടേ ഗൈസ്. കുറേ പ്രൊഡക്ട്സ് ഇനിയും സെല്ല് ചെയ്യാൻ ബാക്കിയുണ്ട് ഗൈസ്. അപ്പോൾ കസ്റ്റമേഴ്സൊക്കെ അടിച്ച് കയറി വരുന്നില്ല ഗൈസ്. ഈ കസ്റ്റമർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇയാൾക്കൊന്ന് ബില്ലടിച്ച് കൊടുക്കട്ടെ ഗൈസ്. എത്ര പൈസയാണ് ബാക്കി കൊടുക്കേണ്ടത്? $34 തിരിച്ചു കൊടുക്കണം ഗൈസ്. 35 കൊടുത്തേക്കാം ഗൈസ്. ഓക്കെ, നമ്മുടെ കയ്യിലിപ്പോൾ ഗൈസ് $700 ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഫ്രിഡ്ജ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ആ ഫ്രിഡ്ജിൽ നമുക്ക് ഒരു ഫ്രിഡ്ജും കൂടി വാങ്ങണം ഗൈസ്. കാരണം നമ്മളിത് കുറേ ഐറ്റംസൊക്കെ വാങ്ങുമ്പോൾ ഗൈസ് ഫ്രിഡ്ജിൽ വെക്കാൻ സ്ഥലമില്ല ഗൈസ്. അപ്പോൾ നമുക്കൊരു ഫ്രിഡ്ജും കൂടി വാങ്ങണം ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ ഇതിൻ്റെ പ്രൈസ് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. $3.97 ഇട്ടിട്ടുണ്ട് ഗൈസ്. 98 ആണ് ഗൈസ്. $1 നമ്മൾ കുറച്ചാണ് വെക്കുന്നത്. എന്നാൽ തന്നെ നമുക്ക് ലാഭമാണ് ഗൈസ്. $1.98 ഗൈസ് കണ്ട്. എന്നാൽ തന്നെ ലാഭമാണ് ഗൈസ്. ഓ ഗൈസ്, ഇയാൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഓ ഗൈസ്, നമ്മുടെ സ്റ്റോറിൽ ഗൈസ് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ബില്ലടിച്ച് കൊടുക്കട്ടെ ഗൈസ്. അപ്പോൾ കസ്റ്റമേഴ്സൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ അത്യാവശ്യം കച്ചവടമൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, ATM കാർഡാണ്. എത്ര പൈസയാണ്? $8.39 ഗൈസ്. കുറച്ച് ഏറെ ഇപ്പം മാർക്കുന്നത്. കുറച്ച് ഏറെ സാധനം വാങ്ങണ്ടേ ഗൈസ്. അതിൻ്റെ 3 സാധനമൊക്കെ 3 ഐറ്റംസൊക്കെ വാങ്ങിപ്പോന്നു ഗൈസ്. ഗൈസ്, ക്യാഷായിട്ട് തന്നാൽ ഈ കറക്റ്റ് പൈസ തിരിച്ചു കൊടുക്കാൻ കുറച്ച് പാടാണ്. ഓക്കെ ഗൈസ്, ഇനി അടുത്ത ആൾ ഒരു എഗ്ഗേ വാങ്ങിച്ചിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ്, $3.97 ഗൈസ്. യെസ് ഗൈസ്, അടുത്ത ആള് സൂസു, പിന്നെ മിൽക്കും ഗൈസ്. $7.22 ഗൈസ്. ഓക്കെ ഗൈസ്, അതും ബില്ലടിച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇരുടായി തുടങ്ങി തോന്നുന്നു ഗൈസ്. 7 മണി കഴിയാനായി ഗൈസ്. നമ്മൾ 9 മണിക്ക് നമ്മുടെ സ്റ്റോറ് ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഇപ്പം നമ്മുടെ സ്റ്റോർ ലെവൽ ഗൈസ് 5 ആയേക്കാണ് ഗൈസ്. നമ്മുടെ സ്റ്റോർ ലെവൽ 5 ഏകദേശം കഴിയാറായി. നിങ്ങൾക്ക് മുകളിൽ കാണാം. ഇപ്പം നമുക്ക് ഒബ്ജക്റ്റീവിൽ ഗൈസ് പർച്ചേസ് എ ന്യൂ സെക്ഷൻ യൂസിങ് യുവർ കമ്പ്യൂട്ടർ ടു എക്സ്പാൻഡ് യുവർ സ്റ്റോർ. യെസ് ഗൈസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് വായിച്ചായിരുന്നു. നമുക്കൊരു നമ്മുടെ ഷോപ്പല്ല ഗൈസ്, സ്റ്റോർ ഗൈസ് വലുതാക്കാൻ പറ്റും ഗൈസ്, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അത് ഈ വീഡിയോത്തിൽ നമുക്ക് ചെയ്തേക്കാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ കുറേ കസ്റ്റമറൊക്കെ വന്ന് ഗൈസ് പോയി. ഓക്കെ ഗൈസ്, ഇയാളും കൂടെ ഉണ്ട് ഗൈസ്. ഇയാളും കൂടെ പോയി. ഇപ്പോൾ ഗൈസ്, ഇപ്പോൾ നിങ്ങളൊരു പടക്കം പൊട്ടുന്ന സൗണ്ട് കേട്ടില്ല ഗൈസ്. അത് പടക്കം പൊട്ടിച്ചതാണ്, ഞാനല്ല ഗൈസ്. ആരോ വീട്ടിൻ്റെ പുറത്തുനിന്ന് പൊട്ടിച്ചതാണ്. ഓക്കെ, അതവിടെ കേട്ടെ. അപ്പോൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഇവിടെ എത്തി. നമ്മൾ ബാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് 9 മണിയായിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഷോപ്പ് അങ്ങോട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഗൈസ് 11 പ്രൊഡക്റ്റ് നോട്ട് ഫൗണ്ട് ഗൈസ്. പ്രൊഡക്റ്റ് ഇല്ലാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട് തോന്നുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റൊക്കെ തീർന്ന് ഗൈസ്, അത്യാവശ്യം തീർന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇതെന്താണ്? ഓ ഗൈസ്, നമ്മൾ പാസ്ത വാങ്ങിച്ചായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് അതും കൂടി അങ്ങോട്ട് വെക്കാം. യെസ് ഗൈസ്, നമ്മളിത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒബ്ജക്റ്റീവ് ഒന്ന് സ്റ്റോർ എക്സ്പാൻഡ് ചെയ്യണം ഗൈസ്. അതിന് മുന്നേ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യണം ഗൈസ്. നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ചാലോ ഗൈസ്. ഇപ്പോൾ ഗൈസ്, നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഡോളറൊക്കെ ഉണ്ട് ഗൈസ്. $766.97 ഉണ്ട് ഗൈസ്. യെസ് ഗൈസ്, നമുക്ക് മാനേജ്മെൻറ്റ് പോയൊക്കെയാണെങ്കിൽ ലൈസൻസ് ഗൈസ്, ബിൽ. ഓ ഗൈസ്, ഇതെത്ര ബില്ലാണ് ഗൈസ് അടക്കാനുള്ള ഗൈസ്. ഏതായാലും ഇപ്പം അടക്കണ്ട ഗൈസ്. യെസ് ഗൈസ്, ഇതാണ് സെക്ഷൻ 2 ഗൈസ്. ഇതാണ് നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടത് ഗൈസ്. $350 ആണ് ഗൈസ്. റിക്വയർ സ്റ്റോർ ലെവൽ 4. ഓ ഗൈസ്, നമുക്ക് എക്സ്പാൻഡ് ആയി 4x4 മീറ്ററിലെ ഗൈസ് തന്നത്. യെസ് ഗൈസ്, മീറ്റർ നമുക്ക് സ്റ്റോർ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒന്നും നോക്കണില്ല, നമ്മുടെ കയ്യിലൊക്കെ പൈസ ഒക്കെ ഉണ്ട്. $350 ഉള്ളൂ ഗൈസ്. അങ്ങ് വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. അതെന്താണ് ഗൈസ്? ഓ ഗൈസ്, നമ്മുടെ ഫ്രണ്ട് എത്തിയിട്ടൊക്കെ മാറി ഗൈസ്. ഗ്ലാസ്സൊക്കെ ഭയങ്കര സെറ്റപ്പായി ഗൈസ്. ആദ്യം നമ്മുടെ ഇവിടെയാണുള്ളത്. ഇപ്പോൾ
കുറച്ച് വലുപ്പമായിട്ടുണ്ട് ഗൈസ്. ഇത് നോക്ക് ഗൈസ്, വേറെ തന്നെ ഒരു ലെവലാക്കി ഗൈസ്, വേറെ തന്നെ ഒരു ലെവലായിട്ടുണ്ട്. ഇത് അടിപൊളിയായി ഗൈസ്. എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക ഗൈസ്, എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക ഗൈസ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, അത് പറയാൻ വിട്ടുപോയി ഗൈസ്. ഞാൻ പറയാത്തത് നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യും ഗൈസ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ബില്ലൊക്കെ അടക്കാനുണ്ട്, നമുക്ക് അടച്ചു കളയാം. എല്ലാം ചറപറ അങ്ങനെ അടച്ചു കളയാം ഗൈസ്. നമ്മുടെ പൈസ നോക്കിയിട്ട് അടക്കാം ഗൈസ്. ഇപ്പം നമ്മുടെ കയ്യിൽ $330 ഗൈസ് ഫൈനലി ബാക്കിയുള്ളത് ഗൈസ്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഗൈസ്? നമ്മുടെ സ്റ്റോർ ഒന്ന് സെറ്റാക്കണം ഗൈസ്. അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക. ഓക്കെ ഓക്കെ, ഇഷ്ടം നമുക്കൊന്ന് ലെവലായിട്ട് അങ്ങോട്ട് വെക്കാം. ഓക്കെ ഗൈസ്, ഇത് ഇവിടെ വെക്കട്ടെ ഗൈസ്. സ്റ്റോർ ലെവൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം കൂട്ടണ്ടാന്നേനു ഗൈസ്. പക്ഷെങ്കിൽ നമ്മളങ്ങനെ കൂട്ടി ഗൈസ്, പൈസ ഒക്കെ ഉണ്ട്, ഞാൻ കൂട്ടി ഗൈസ്. നമ്മുടെ പ്രൊഡക്റ്റ് ലൈസൻസ് ഒക്കെ ഗൈസ് നമുക്ക് കുറേ പർച്ചേസ് ചെയ്യണം ഗൈസ്. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റും കൂടി നമ്മൾ ഈ സ്റ്റോറിൽ സെല്ലിന് ഇടാൻ പോകുമ്പോൾ ഗൈസ് നമ്മൾ എന്താക്കും, സ്ഥലമുണ്ടാവില്ല ഗൈസ്. അപ്പോൾ ഷെൽഫൊക്കെ വാങ്ങി വെക്കണം. അപ്പോഴാണ് ഗൈസ് നമ്മുടെ സ്റ്റോർ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് സീനൊന്നുമില്ല ഗൈസ്, നമ്മളങ്ങ് എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ ഓക്കെ, സെറ്റായിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഇത്രയും സ്പേസ് ഒക്കെ വന്നിട്ടുണ്ട്. ആദ്യം ചെറിയതല്ലേ ഗൈസ്, നിങ്ങൾ ആദ്യം നോക്കി നോക്കിയാൽ മതി, ചെറിയതേനു ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ എന്താണ് മാർക്കറ്റിൽ പോയി നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിയാലോ ഗൈസ്. നമുക്കൊരു പ്രൊഡക്റ്റ് വാങ്ങണം ഗൈസ്. നമ്മളിതൊരു സീരിയൽ വാങ്ങിയിട്ടില്ല ഗൈസ്, കാർട്ടിലിട്ടിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് നോക്കി വാങ്ങാം. ഇവിടെ ഇല്ലാത്ത ഐറ്റംസൊക്കെ എല്ലാം അങ്ങോട്ട് വെക്കാം ഗൈസ്. ഇപ്പം നമ്മുടെ അത്യാവശ്യം പൈസ ഉണ്ട് ഗൈസ്, $330 ഉണ്ട് ഗൈസ് ഇപ്പോഴും. ഓക്കെ, നമുക്ക് ഓരോന്ന് നോക്കിയെടുക്കാം ഗൈസ്. ഫ്രിഡ്ജിലൊക്കെ കാലിയാണ് ഗൈസ്. ബോട്ടിൽഡ് വാട്ടറൊക്കെ ഇട്ടിട്ടുണ്ട്, ചീസ്. ഓക്കെ, എഗ്ഗ് ഉണ്ട് എന്ന് തോന്നുന്നു. നമുക്ക് എഗ്ഗ് വാങ്ങണം ഗൈസ്. നമുക്ക് നോക്കി ഓരോന്ന് അങ്ങോട്ട് വാങ്ങാം. ഇനി എന്താണ് വേണ്ടത്? ബ്രെഡ് ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്നു. ഓ ഗൈസ്, നമ്മൾ ഇത്രയും സാധനം എത്തിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഗൈസ് $177 ആയിട്ടുണ്ട് ഗൈസ്. ഷിപ്പിങ്ങിന് $8 വേണം ഗൈസ്. അപ്പം നമ്മൾ $177.87 കൊടുത്തെല്ലാം പർച്ചേസ് ചെയ്യാണ് ഗൈസ്. ബാലൻസ് $152 ഉള്ളൂ ഗൈസ്. കുറേ സാധനമൊക്കെ ഇങ്ങനെ വന്ന് വീണുകൊണ്ട് റോട്ടും വരാനുള്ളത് ഗൈസ്. വണ്ടിയൊക്കെ കാര്യമായിട്ട് ചീച്ചുകളൊന്നും തീർന്നിട്ടില്ല. അപ്പോൾ ഗൈസ് ഇതിപ്പം എല്ലാം കൂടി വെക്കുമ്പോൾ തന്നെ ഫ്രിഡ്ജ് ഫുള്ളാവാൻ സാധ്യത ഉണ്ട് ഗൈസ്. നമുക്കൊരു ഫ്രിഡ്ജും കൂടി വാങ്ങായിരുന്നു അല്ലേ. അതിന് പൈസ ഇല്ല ഗൈസ്. നമ്മുടെ എല്ലാ ഐറ്റംസൊക്കെ വാങ്ങി വെക്കുമ്പോൾ തന്നെ പൈസ ഒക്കെ തീർന്നിട്ടുണ്ട് ഗൈസ് ഏകദേശം. ഇപ്പം നമ്മുടെ കയ്യിൽ $152 ഉള്ളൂ. ഓ ഗൈസ്, നമ്മുടെ സ്റ്റോർ ലെവൽ ഏകദേശം കഴിയാറായി ഗൈസ്. മീൻസ് 6 എത്താനായി ഗൈസ് സ്റ്റോർ ലെവല്. ഓക്കെ ഗൈസ്, നമുക്ക് ചീസാണ് ഗൈസ്. ഇത് നമുക്ക് ചീസ് അങ്ങോട്ട് വെച്ചേക്കാം. ഇനി നമുക്ക് ഒരു സ്പേസ് കൂടി ഉള്ളൂ ഗൈസ്. ബോട്ടിൽഡ് വാട്ടർ കൊള്ളുമെന്നില്ല, എന്തായാലും നമുക്ക് ഇങ്ങനെ വെക്കാം. യെസ് ഗൈസ്, നമ്മുടെ ബോട്ടിൽഡ് വാട്ടർ ഗൈസ്. ഓക്കെ, ഇതങ്ങോട്ട് വെക്കുകയാണ്. ഓ ഗൈസ്, ഡിസ്പ്ലേ ഫുള്ളായി ഗൈസ്. ഇനി നമ്മുടെ മാർക്കറ്റിൽ ഇതെന്താണ്, നമുക്കതിന് ഫ്രിഡ്ജിൽ വെക്കാൻ സ്ഥലമില്ല ഗൈസ്. ഇനി ഫ്രിഡ്ജ് വാങ്ങിയാലോ ഗൈസ്. ഓ ഗൈസ്, നമുക്ക് ഫ്രിഡ്ജ് ഗൈസ്, നമ്മൾ ഒരു ഫ്രിഡ്ജ് വാങ്ങാൻ $200 വേണം ഗൈസ്. ഇപ്പം നമ്മുടെ കയ്യിൽ $152 ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജ് വാങ്ങാൻ പറ്റില്ല. നമുക്ക് വലിയ ഫ്രിഡ്ജ് വേണമെങ്കിൽ ഗൈസ് $400 വേണം ഗൈസ്. അതിനൊക്കെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല ഗൈസ്. അപ്പോൾ നമ്മുടെ സൂസൊക്കെ ഇവിടെ വച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി ലാസ്റ്റ് നമുക്ക് പ്രൈസൊക്കെ സെറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഗൈസ്. എന്നിട്ടും ഗൈസ് നമുക്കൊരു പ്രൊഡക്റ്റ് ലൈസൻസ് ഒന്ന് വാങ്ങണം ഗൈസ്. എന്നാലും നമുക്ക് ഷെൽഫ് ഇതന്നെ ഫുള്ളായിട്ടില്ല ഗൈസ്. എല്ലാ പ്രൊഡക്റ്റും വെച്ചിട്ടുണ്ട്, എന്നിട്ട് തന്നെ ഫുള്ളായിട്ടില്ല. ഓക്കെ ഗൈസ്, നമുക്കൊരു ഫ്രിഡ്ജും കൂടി വാങ്ങണം ഗൈസ്. ഇപ്പം തന്നെ ബോട്ടിൽഡ് വാട്ടർ ബാക്കിയാണ് ഗൈസ്. 8 ബോട്ടിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, നമ്മൾ പ്രൈസൊക്കെ സെറ്റ് ചെയ്തതാണ്. ഇനി നമ്മൾ സ്റ്റോർ അങ്ങോട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഗൈസ്.
ഇനിയിപ്പോൾ കസ്റ്റമേഴ്സൊക്കെ അടിച്ച് കയറി വരണം ഗൈസ്, എന്നാലും നമുക്ക് കച്ചവടമൊക്കെ ഉണ്ടാവും ഗൈസ്. ബോയ്സ് നമ്മൾ ഫർണിച്ചറിലല്ല, നമുക്ക് എന്താണ് ഇനി കസ്റ്റമേഴ്സൊക്കെ വരണം. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, സപ്പോർട്ട് ചെയ്യുമായിരിക്കില്ലേ. ഓക്കെ ഗൈസ്, നമുക്കൊരു പേയ്മെൻ്റ് ഉണ്ട് ഗൈസ്. പേയ്മെൻറ്റ് എന്തിനാണ്? ലോണിൻ്റെ ആണെന്ന് തോന്നുന്നു. നമ്മൾ ലോൺ എടുത്തായിരുന്നു. ഓക്കെ ഗൈസ്, നമുക്കൊന്ന് ബില്ലടിച്ച് കൊടുക്കട്ടെ. ഇവനൊക്കെ 2 പ്രൊഡക്റ്റാണ് വാങ്ങിച്ചിട്ടുള്ളൂ ഗൈസ്. ഇത്രയും സാധനം ഉണ്ടാകുമ്പോൾ അവൻ എനിക്ക് കുറച്ച് ഏറെ വാങ്ങിച്ചൂടെ ഗൈസ്. ഓക്കെ ഗൈസ്, $9.49 ഗൈസ്. കസ്റ്റമേഴ്സൊന്നും ഇങ്ങനെ അടിച്ച് കയറി വരുന്നില്ല ഗൈസ്. ഗൈസ് നമുക്ക് ഹയർ ചെയ്യാൻ പറ്റും കാഷ്യറിനെ. റിക്വയർ സ്റ്റോർ ലെവൽ 10 ആവണം ഗൈസ്. നമുക്ക് ഒരു കാഷ്യറിനെ ഹയർ ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ചെക്കൗട്ട്. ഓ ഗൈസ്, നമുക്ക് ഹയർ ചെയ്യണം ഗൈസ്, എല്ലാം ചെയ്യണം ഗൈസ്. നമ്മുടെ പൈസ ഒക്കെ ഒന്ന് കൂടി വരട്ടെ ഗൈസ്. പൈസയും ലെവലൊക്കെ സ്റ്റോർ ലെവലൊക്കെ അടിച്ച് കയറി വരട്ടെ. നിങ്ങളിങ്ങനെ ഇത്രമാത്രം ചെയ്താൽ മതി. നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനാണ് മെയിൻ ഗൈസ്. എന്നാൽ തന്നെ നമ്മൾ വീഡിയോസ് എല്ലാ ദിവസവും വരുന്നതാണ് ഗൈസ്. കസ്റ്റമേഴ്സൊക്കെ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ടൈം എത്രയായി നോക്കട്ടെ. ഓ ഗൈസ് 11 മണി കഴിഞ്ഞ് ഗൈസ്. ഇനി ആകെ 12 മണിയിലേക്ക് പോകും ഗൈസ്. $15.89 ഗൈസ്. ഓ ഇയാൾ കുറച്ച് സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. പൈസയാണ് $10 തിരിച്ചു കൊടുക്കണം. യെസ് ഗൈസ്, കൊടുത്തിട്ടുണ്ട്. ഷൂസും ടീ ബ്ലാക്കുമാണ് ഇയാൾ വാങ്ങിച്ചിരിക്കുന്നത്. $11.56 ഗൈസ്. 2 സാധനം ആകുമ്പോൾ തന്നെ $11 കിട്ടുന്നുണ്ട്. നമ്മൾ ടീ ബ്ലാക്കിന് ഗൈസ് നല്ല പൈസയുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ബോട്ടിൽഡ് വാട്ടർ അങ്ങ് വെക്കാം. നമുക്ക് സ്പേസ് കിട്ടിയിട്ടുണ്ടാവും. യെസ് ഗൈസ്, സ്പേസ് കുറച്ചുണ്ട് ഗൈസ്. ഇനിയുമുണ്ട് ഗൈസ്. നമുക്കൊരു ഫ്രിഡ്ജ് ഇവിടെ ഒന്നുമില്ല ഗൈസ്. നമുക്കൊരു ഫ്രിഡ്ജ് വാങ്ങൽ എത്ര കൊണ്ട് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ ഗൈസ്, ഇയാളും കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. യെസ് ഗൈസ്, ഇയാളൊക്കെ ബില്ലടിച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്ത ആൾ ഓ ഗൈസ്, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കസ്റ്റമറാണെന്ന് തോന്നുന്നു. ഇയാൾ നല്ല സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഇയാൾ കുറേ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ടോട്ടൽ $50 അങ്ങാണ്ടായി. ഓക്കെ ഗൈസ്, $4.44 ചേഞ്ച് കൊടുക്കണം ഗൈസ്. നമ്മൾ $45 കൊടുത്തിട്ടുണ്ട് ഗൈസ്. അയാളാണ് ഫസ്റ്റ് വാങ്ങിച്ചത്. അല്ല ഫസ്റ്റ് എന്ന് പറയുന്നത്, സോറി ഗൈസ്. അയാളാണ് കൂടുതൽ സാധനം വാങ്ങിച്ചത് ഗൈസ്. അതുകൊണ്ട് അയാൾക്ക് $1 ഗൈസ് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. യെസ് ഗൈസ്, നമ്മൾ ബില്ലടിച്ച് ചെറുതാന്ന് അടിച്ച് കൊടുക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, കസ്റ്റമേഴ്സും അടിച്ച് കയറി വരുന്നൊന്നുമില്ല ഗൈസ്. ചിലപ്പോൾ നമ്മളെന്തെങ്കിലും ജോലിയല്ല ഗൈസ്, നമ്മളെന്തെങ്കിലും പ്രൊഡക്റ്റൊക്കെ വാങ്ങിച്ച് വെക്കാൻ പോകും ഗൈസ്. കസ്റ്റമറൊക്കെ വന്നു കൂടും. അങ്ങനെ അല്ലാണ്ട് വരുന്നില്ല. $2.22 ചേഞ്ച് കൊടുക്കണം. ഈ ഗൈസ് നമ്മളത് കൊടുത്തേക്കാം. $2 കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇയാൾ കാർഡാണ് തന്നിരിക്കുന്നത്. ഇപ്പം നമ്മുടെ കയ്യിൽ ഓ ഗൈസ് നമുക്കൊരു ഫ്രിഡ്ജ് വാങ്ങാൻ പറ്റും ഗൈസ്. ഇപ്പോൾ നമുക്ക് $400 ആക്കിയിട്ട് $400 മേലെ ഡോളർ ആക്കിയിട്ട് നമുക്ക് വലിയ ഫ്രിഡ്ജ് വാങ്ങിച്ചാലോ ഗൈസ്? ഏതാണ് നല്ലത് അറിയില്ല ഗൈസ്, നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിൽ $255 ഉണ്ട് ഗൈസ്. $0.70 ഓ ഗൈസ്, ഇയാളും കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. പക്ഷെ പൈസയാണ് ഓ ഗൈസ് കറക്റ്റ് പൈസയാണ് തന്നിരിക്കുന്നത് ഗൈസ്. എനിക്ക് തോന്നുന്നു പ്രൈസ് നോക്കിയിട്ട് അന്നേരം തന്നെ പൈസ എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കറക്റ്റ് കിട്ടിയിട്ടുണ്ടാവില്ല, അങ്ങനെയായിരിക്കും. ഓക്കെ ലെറ്റ്സ് ഗോ. ഓ ഗൈസ്, അങ്ങനെ ഫൈനലി രാത്രി ആയേക്കാണ് ഗൈസ്. ഏകദേശം 7 മണി കഴിയാറായിട്ടുണ്ട്. 8 മണി ഇനിയുണ്ട് ഗൈസ്. 2 മണിക്കൂർ ഗൈസ്. 2 മണിക്കൂറല്ല, 9 മണിക്ക് നമ്മൾ ഈ സ്റ്റോർ ക്ലോസ് ചെയ്തിരിക്കുന്ന ഗൈസ്. ആദ്യം നമ്മൾ ചെറിയൊരു സ്റ്റോറായിട്ടാണ് ഓപ്പൺ ചെയ്തിരുന്നത്. ഇപ്പോൾ ഗൈസ് കുറച്ച് സ്റ്റോർ വലുതൊക്കെ ആക്കി നമ്മൾ വലിയ ബിസിനസ്സുകാരനായിട്ട് ഇത് സക്സസ് ആവണം ഗൈസ്. അതാണ് നമ്മുടെ മെയിൻ പണി ഗൈസ്. നമ്മുടെ സ്റ്റോർ ലെവൽ ഗൈസ് 6 ആയിട്ടുണ്ട്. നിങ്ങൾക്ക് മുകളിൽ കാണാം. ഓക്കെ, ഓ ഇയാൾ കറക്റ്റ് പൈസയാണ് ഗൈസ്. ഇയാളെ ഫുട്ബോളും കളിച്ച് വരുന്നതെന്ന് തോന്നുന്നു. ജേഴ്സിയൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്.
ഗൈസ് ഈ വീഡിയോയുടെ താഴെ ഫുട്ബോൾ ഇഷ്ടമുള്ളവർ ഫുട്ബോളിനെന്ന് ടൈപ്പ് ചെയ്തിടുക ഗൈസ്. കമൻറ്റ് ഇട്ടാൽ മതി. അല്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് ഇട്ടാൽ മതി ഗൈസ്. നിങ്ങൾ പെസ് കളിക്കാറുണ്ടോ ഗൈസ്? കളിക്കലിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, നമ്മൾ ഇനി കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് എന്ന് തോന്നുന്നു. 2-3 ആൾക്കാരും കൂടി ഗൈസ്, ഇനി ഒരാളും കൂടി റിമൈനിങ് ആണ്. ഓക്കെ ഗൈസ്, $4.47 കൊടുക്കണം. 47 ഗൈസ്, 42. യെസ് ഗൈസ്. എന്താണ് നമ്മളോട് ഈ പ്രൈസ് കുറച്ച് സ്പീഡാക്കിയപ്പോൾ തെറ്റിപ്പോയി എന്ന് തോന്നുന്നു. അങ്ങനെ എന്താണ് അവൾ ടെഫ്റ്റാ എന്തോ എഴുതി കാണിച്ചു തോന്നുന്നു. ഇനി അവൾ ഈ സ്റ്റോറിലേക്ക് വരില്ല എന്ന് തോന്നുന്നു ഗൈസ്. കുറച്ച് ആവേശം കൂടിപ്പോയതാണ്. ഇനി നമ്മൾ ആവേശം കൂട്ടി ഗൈസ്, പയ്യെ കൊടുക്കുന്നുള്ളൂ. നമ്മൾ $21.03 നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഫ്ലോറില്ല എന്നൊക്കെ പറയുന്നുണ്ട് അമ്മച്ചി. അതെല്ലൊക്കെ നാളെ വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, നമ്മളിത് അങ്ങനെ സ്റ്റോറങ്ങൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ട്സ് നോട്ട് ഫൗണ്ട് ഗൈസ്. യെസ് ഗൈസ്, പ്രൊഡക്റ്റ് ഇല്ലാത്തതൊന്ന് ഫ്ലോറും ഗൈസ്. പിന്നെ എന്തെങ്കിലും ഇത് കാണിച്ചത് ഗൈസ്, എനിക്ക് ഓർമ്മയില്ല, മറന്നുപോയി. സ്റ്റോർ ലെവൽ 146 ആഡ് ആയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ബാലൻസ് $217.17 നമുക്ക് ബാലൻസ് ഉള്ളൂ ഗൈസ്. സാറ്റിസ്ഫൈഡ് കസ്റ്റമർ 24, ടോട്ടൽ കസ്റ്റമർ 26 ഗൈസ്. ഷോർട്ട് ചേഞ്ച് ഗൈസ്, എനിക്കോണം ഷോർട്ട് ചേഞ്ച് ചെയ്യുന്ന മറ്റേ ടെഫ്റ്റ് മാറ്റി നമ്മളോട് മാറിപ്പോയില്ല ഗൈസ്. അങ്ങനെയായിട്ടായിരിക്കും ഗൈസ്. നിങ്ങൾക്ക് മുകളിൽ കാണുന്ന ഒരു മെസ്സേജ് വന്നത്, അത് നമ്മുടെ മാർക്കറ്റ് പ്രൈസ് ചേഞ്ച് ആവുന്നതാണ് ഗൈസ്. അതാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ T-Blackന് ചേഞ്ച് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൈസ് ഒന്ന് കറക്റ്റ് സെറ്റ് ചെയ്യാം. നമ്മൾ $1 കുറച്ചിട്ടാണ് ഗൈസ് വിൽക്കുന്നത് ഗൈസ്. എന്നാൽ തന്നെ നമുക്ക് ലാഭമാണ് ഗൈസ്. എല്ലാ കസ്റ്റമേഴ്സും ഇങ്ങനെ വരാൻ വളരെ കൂടുതലാണ്. ഇനി നമുക്ക് കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങണം ഗൈസ്. ഫ്ലോർ വാങ്ങണം, അതാണ് എനിക്ക് ഓർമ്മയുള്ളൂ ഗൈസ്. എന്താണ് ഗൈസ്, നമ്മൾ നേരത്തെ ഒരു ഓർഡർ ചെയ്തായിരുന്നു ഗൈസ്. അതും എനിക്ക് തോന്നുന്നു റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി ഗൈസ്. ഓഫായി പോകുന്നതാണ് ഗൈസ് റെക്കോർഡ്. അപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടല്ലേ ഗൈസ് ഫ്രിഡ്ജ് വാങ്ങുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഫ്രിഡ്ജ് വാങ്ങി, പിന്നെ പാസ്ത അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താണ് വാങ്ങിയിരുന്നത്, പിന്നെ വേറെ എന്ത് പ്രൊഡക്റ്റും കൂടി ഉണ്ട് ഗൈസ് അവിടെ. ഗൈസ് തീർന്ന് ഇനി നമുക്കിതങ്ങനെ ഡസ്റ്റ്ബിന്നിലേക്ക് അങ്ങോട്ടേക്കാം. യെസ് ഗൈസ്, മുട്ട ഗൈസ്, മുട്ട നമുക്കിതും കൂടെ ഇവിടെ വെക്കാം. യെസ്, ലെറ്റ്സ് ഗോ. നമ്മളിത് 2 പെട്ടി മുട്ട വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ മുട്ടക്കും പ്രൈസ് ചേഞ്ച് ആയെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്കൊന്ന് പ്രൈസ് ഒന്ന് സെറ്റ് ചെയ്യാം. $4.56 ആയിട്ടുണ്ട് ഗൈസ്. നമുക്കൊരു 4.55 ഇടാം. ഓക്കെ, എന്നാൽ തന്നെ ലാഭമാണ് ഗൈസ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് താഴെ കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത ഫ്രിഡ്ജ് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് അതും വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ഇതും കൂടെ വെച്ചേക്കാം. നമുക്ക് ഇഷ്ടം പോലെ ഇപ്പോൾ സ്ഥലമൊക്കെ ഉണ്ട് ഗൈസ്. ഫ്രിഡ്ജ് വാങ്ങിച്ചാൽ പിന്നെ ഗൈസ് ഇപ്പോഴത്തെ ഫ്രിഡ്ജ് കുറേ സ്ഥലം ഉണ്ടാവും. ഫ്രിഡ്ജ് വാങ്ങാത്തരം ഗൈസ് സ്ഥലം ഉണ്ടാവില്ല ഗൈസ്. നമുക്ക് ഷോപ്പ് അങ്ങോട്ട് ഓപ്പൺ ചെയ്തേക്കാം. കസ്റ്റമേഴ്സൊക്കെ അടിച്ച് കയറി വരട്ടെ ഗൈസ്, വരട്ടെ. ഇനി നമുക്ക് എന്തെങ്കിലും വാങ്ങണം ഗൈസ്. പ്രൊഡക്റ്റ് നമുക്ക് ഫ്ലോർ വാങ്ങണം ഗൈസ്. ഫ്ലോറ്, പിന്നെ എന്താണ് സീരിയൽ ഉണ്ട് ഗൈസ്. പിന്നെ നമുക്കൊരു പാസ്ത നമ്മളിപ്പോൾ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഇത് വാങ്ങിയാലോ, കോഫി വാങ്ങിയാലോ ഗൈസ്. അതല്ല കോഫി അല്ലേ ഗൈസ്. ഗൈസ് കോഫി ഡാർക്ക് ഗൈസ്. അതിനൊക്കെ പൈസ കൂടിയതാണോ കാണിച്ചത് ഗൈസ്? ഇപ്പം തന്നെ നമ്മുടെ പൈസ $132 ഉള്ളൂ ഗൈസ്. ഇപ്പോൾ തന്നെ നമ്മുടെ പൈസ ഒക്കെ തീർന്ന് ഗൈസ്. ഇത്രയും കച്ചവടം നടത്തിയിട്ട് ആകെ $132 ആയിട്ടുള്ളൂ ഗൈസ്. നമുക്കിതിൻ്റെ പ്രൈസ് ഒന്ന് സെറ്റ് ചെയ്യാം. ഗൈസ് ഇതിനും പ്രൈസ് കൂടി ഗൈസ്. $11.19 നമ്മൾ ഇട്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ തന്നെ $3.72 ലാഭമാണ് ഗൈസ്. $1 നമ്മൾ കുറച്ചിട്ടാണ് വിൽക്കുന്നത്. ഓക്കെ, എല്ലാവരും നമ്മളെ കടയിലേക്ക് വരണം ഗൈസ്. ഓക്കെ ഗൈസ്.
നമ്മൾ പൈസ തന്നിട്ടുണ്ട്. കറക്റ്റാണ് പൈസ തന്നത്. അടുത്ത ആൾ വേഗം വന്നോടുക. ഓക്കെ, $5.6 അത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവനെ ഇപ്പോൾ ഫുട്ബോൾ കളിച്ചിട്ട് വരുന്നതാന്ന് തോന്നണം. അപ്പം ഞാൻ പറഞ്ഞ മറക്കണ്ട, നമ്മളെ പെസ് കളിക്കുള്ളവർ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. എന്താണ് ഇല്ല എന്ന് പറഞ്ഞത്? ഓ ഗൈസ്, നമ്മൾ ഓർഡർ ചെയ്ത ഫ്ലോർ നമ്മളവിടെ വെച്ചിട്ടില്ലായിരുന്നു. ഓക്കെ ഗൈസ്, നമുക്കവിടെ വെക്കാം. അമ്മച്ചിയെ വരുന്ന 1 മിനിറ്റ്. ഓക്കെ ഗൈസ്, നമുക്ക് ഫ്ലോർ അങ്ങോട്ട് വെക്കാം. യെസ് ഗൈസ്, അടുത്തൊന്നാണ് സൂസു ഗൈസ്. ഷുഗർ അല്ലേ ഇത് ഗൈസ്? യെസ്, ഷുഗർ തന്നെ. നമുക്കിതും കൂടി പെട്ടെന്ന് അങ്ങോട്ട് വെക്കാം ഗൈസ്. ഇനി മുതൽ എല്ലാം സ്പീഡപ്പ് ആയിരിക്കണം ഗൈസ്. വെരി ഫാസ്റ്റ് ആയിരിക്കണം. കച്ചവടമൊക്കെ കൂടി വരുന്നുണ്ട് ഗൈസ്. യെസ്, ഇതിൻ്റെ പ്രൈസൊക്കെ സെറ്റാണ്. നമ്മൾ ഫ്ലോറിനെ നോക്കി നോക്കാം. യെസ്, ഇതും സെറ്റാണ് ഗൈസ്. നമ്മൾ $1 കുറച്ചിട്ടാണല്ലോ വിളിക്കുന്നത് ഗൈസ്. യെസ്, കോഫി ഡാർക്ക് പിന്നെ ടീ ബ്ലാക്ക് ഒക്കെ നല്ല പൈസ കിട്ടുന്ന സാധനമാണ് ഗൈസ്. അപ്പം തന്നെ ഗൈസ് 38 ഓ ചീസില്ല, ചീസ് തീർന്ന ഗൈസ്. അപ്പോഴത്തേക്ക് നമ്മളതൊന്ന് കാർട്ടിലേക്ക് ഇട്ട ഗൈസ്. അല്ല, ഓർഡർ ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ ഗൈസ്, ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ വേഗം ബില്ലടിച്ച് കൊടുക്കട്ടെ ഗൈസ്. ഈ ടൈമിലാണ് ഗൈസ് നമ്മുടെ അവിടെ സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഇറക്കിയേക്കുമ്പോൾ ഒക്കെ കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് കൂടും. അപ്പോൾ ഒരാൾ ക്യാഷ്യർ വേണം ഗൈസ് ബില്ലടിച്ച് കൊടുക്കാൻ. അതിനാണ് നമുക്ക് ക്യാഷ്യറിനെ വെക്കേണ്ടത് ഗൈസ്. അതിനുള്ള പൈസ നമ്മളില്ല, ലെവലായിട്ടില്ല. ഇപ്പോൾ തന്നെ സ്റ്റോർ ലെവൽ 6 ആയിട്ടുള്ളൂ ഗൈസ്. എല്ലാവരും ഇവിടെ ഇങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞ് പോകുന്നത് കൊണ്ട് സ്റ്റോർ ലെവൽ അങ്ങോട്ട് കൂടുന്നില്ല ഗൈസ്. ഞാനെന്ത് ചെയ്യാനാണ്? അപ്പോൾ ഗൈസ് നമുക്ക് ഇങ്ങനെ അടിച്ച് കൊടുക്കുകയാണ് ഗൈസ്. ഇപ്പം നമ്മുടെ കയ്യിൽ $302 ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ $315 ആയി ഗൈസ്. നമുക്ക് പെട്ടെന്ന് ചീസ് എടുത്തിട്ട് അവിടെ വെക്കാം. വെരി ഫാസ്റ്റ് ആയിരിക്കണം. ഇനി മുതലെല്ലാം ഫാസ്റ്റ് ഗൈസ്. യെസ് ഗൈസ്, നമ്മളെ കസ്റ്റമേഴ്സൊക്കെ വെയിറ്റിംഗ് ആണ്. പെട്ടിയൊക്കെ അവിടെ വെക്ക്. ഓ ഗൈസ്, ഇയാൾ കുറേ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. $19 തിരിച്ചു കൊടുക്കണം. യെസ് ഗൈസ്, ഇയാൾ പൈസയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, ഇനി മുതൽ എല്ലാ ദിവസവും വീഡിയോ വരുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.